ഇറാൻ ഉപരോധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പുതിയ വിമാനവാഹിനി കപ്പൽ പ്രതിരോധ മേഖലയിലേക്ക് അയച്ച അമേരിക്ക. ഇതിനായി USS ജോർജ് വാഷിംഗ്ടൺ എന്ന കപ്പലാണ് പശ്ചിമേഷ്യയിലേക്ക് വിന്യസിച്ചത്. ഇറാൻ തുറമുഖങ്ങൾക്കെതിരായ ഉപരോധം അനിശ്ചിതകാലത്തേക്ക് തുടരുമെന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് അറിയിച്ചു. Indefinitely, the United States Navy can maintain a blockade like that because we'll rotate ships in and out as we have and we'll continue to. And it's no other nation on earth, no other Navy on earth has the capability to have a wall of steel like the U.S. Navy, and then the willingness to use it as we have. So Iran knows it can't get in and out on this blockade, and they know that there's no timeline on it either. We'll hold it as long as we need to. ഇതിനിടെ പശ്ചിമേഷ്യയിൽ വിന്യസിച്ച US വിമാനവാഹിനി കപ്പൽ അബ്രഹാം ലിങ്കണുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രചാരണങ്ങളും അമേരിക്ക തള്ളി. വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഗുഡ് മോർണിംഗ്. ഇവിടെ പശ്ചിമേഷ്യ ഒരല്പം ശാന്തമായിരുന്നു, പക്ഷേ വീണ്ടും കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മെല്ലെ മെല്ലെ അടുക്കുകയാണോ? സുരേഷ്, അശ്വതി, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ഏറ്റവും പുതിയ ഒരു പ്രഖ്യാപനം പീറ്റ് ഹെഗ്സെത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ വിശദീകരിക്കുകയും ചെയ്തത്, ജോർജ് വാഷിംഗ്ടൺ എന്ന് പറയുന്ന കപ്പലിൽ ആ പരിസരത്തേക്ക്, ഒരു വിമാനവാഹിനി കപ്പൽ ആ പരിസരത്തേക്ക് വീണ്ടും അയച്ചിരിക്കുന്നു എന്നാണ്. അത്തരത്തിൽ കപ്പൽ അയക്കുന്നത്, പുതിയൊരു കപ്പൽ ആ മേഖലയിലേക്ക് അയക്കുന്നതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് തീർച്ചയായും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പ്രതിരോധം ശക്തമാക്കുക, അതുപോലെ തന്നെ ഇറാനെതിരായ ഉപരോധങ്ങൾ ശക്തമാക്കുക എന്ന കൃത്യമായ നീക്കത്തിൻ്റെ ഭാഗമായാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നും പീറ്റ് ഹെഗ്സെത്ത് അറിയിക്കുന്നുണ്ട്. മാത്രമല്ല, പീറ്റ് ഹെഗ്സെത്ത് വളരെ നിർണായകമായ ചില പരാമർശങ്ങളും നടത്തിയത്, ആ പരാമർശങ്ങളിൽ ഏറ്റവും നിർണായകമായ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് ഈ അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങൾ, അതായത് US-ൻ്റെ സെൻട്രൽ കമാൻഡ് ഉൾപ്പെടെയുള്ള സൈനിക സംവിധാനങ്ങളുടെയും നാവിക സംവിധാനങ്ങളുടെയും ശേഷി കൃത്യമായി തിരിച്ചറിയുന്ന ഒരു രാജ്യമാണ്. അവർക്കറിയാം ഈ രാജ്യം സൃഷ്ടിക്കുന്ന, അല്ലെങ്കിൽ US സൃഷ്ടിക്കുന്ന ഇരുമ്പ് മറ കടന്നു വരാൻ സാധ്യമാകുകയില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ നിയന്ത്രണ വിധേയമായി പ്രവർത്തിക്കുന്നതെന്ന നിലപാടാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു നിർണായക ഘടകം എന്ന് പറയുന്നത്, ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വാർത്തകളിൽ നിർണായകമായിരുന്ന മറ്റൊരു വിമാനവാഹിനി കപ്പലിലെ ജീവനക്കാർ അല്ലെങ്കിൽ സൈനികർ ആത്മഹത്യ ചെയ്തു എന്ന രീതിയിലൊക്കെയുള്ള നിരവധിയായ വിഷയങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ വസ്തുതാവിരുദ്ധമായ വിവരങ്ങളാണ് എന്നാണ് US സെൻട്രൽ കമാൻഡ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഓഗസ്റ്റിൽ 3-ാം തീയതി ഒരു നാവികൻ വെള്ളത്തിൽ വീണതല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് സെൻട്രൽ കമാൻഡ് വിശദീകരിക്കുകയും ചെയ്യുന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.